أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. കേൾക്കുന്നുണ്ടാവൂലേ? ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വളരെ പവിത്രമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം സുലുസുൽ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ ഇഖ്ലാസ് സൂറത്തിന്റെ മഹത്വങ്ങൾ മാത്രമല്ല, സൂറത്തുൽ ഇഖ്ലാസിലെ പരാമർശങ്ങളും കൂടി വിശദീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. അള്ളാഹു നമുക്ക് ദീന് പഠിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് സൂറത്തുൽ ഇഖ്ലാസിലെ പരാമർശ വിഷയങ്ങൾ? അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ മുമ്പ് അതിന്റെ മഹത്വങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. വശക്കാ ഇലൈഹിൽ ഫഖ്റ. ദാരിദ്ര്യത്തെപ്പറ്റി നബിയോട് പറഞ്ഞു. നബിയെ, വല്ലാത്ത വിഷമം, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഇവിടുന്നൊരു മാർഗം പറഞ്ഞു തരണം. അങ്ങനെയായിരുന്നല്ലോ സ്വഹാബത്തൊക്കെ ചെയ്തിരുന്നത്. വിഷമഘട്ടങ്ങളിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കും. അതിരിക്കട്ടെ, അങ്ങനെ നബിയോട് പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇദാ ദഖൽത ബൈതക ഫസല്ലിം ഇൻ കാന ഫീഹി അഹദുൻ. നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാം പറയാം. വ ഇല്ലം യകുൻ ഫീഹി അഹദുൻ. വീട്ടിൽ ആരുമില്ലെങ്കിൽ ഫസല്ലിം അലാ നഫ്സിക്. നീ നിനക്ക് തന്നെ സലാം പറയുക. എന്നിട്ട് നീ ചൊല്ലേണ്ടത്, അപ്പൊ അസ്സലാമു അലയ്യ, എന്റെ മേല് സലാം എന്ന് ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞ് വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തം വാഹിദ. ഒരു പ്രാവശ്യം നിന്റെ വീട്ടിൽ കയറി നീ ഇഖ്ലാസ് സൂറത്ത് ഓതുക എന്ന് നബിത്തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ഫഫഅല റജുലു. അയാൾ, ആ മനുഷ്യൻ അങ്ങനെ തന്നെ ചെയ്ത്. ഫഅദറല്ലാഹു അലൈഹി റിസ്കൻ ഹത്താ അഫാല അലാ ജീറാനിഹി. അള്ളാഹു വാരിക്കോരി അദ്ദേഹത്തിന് റിസ്ക് കൊടുത്തു. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം ഇത് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അയൽക്കാർക്ക് വരെ അള്ളാഹു ഭക്ഷണം വാരിക്കോരി കൊടുത്തു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നത്. മറ്റൊന്ന്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, അന്ന റജുലൻ കാന യഖറഉ ഫീ ജമീഇ സ്വലാത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. മറ്റൊരാൾ എല്ലാ നിസ്കാരങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ ഓതുന്നു. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഒന്നോതിയാൽ അടുത്ത റക്അത്തിൽ മറ്റൊരു സൂറത്ത് ഓതുക, അതാണ് പൂർണ്ണമായ സുന്നത്ത്. ഫത്ഹുൽ മുഈനിൽ അങ്ങനെയാണ് പറയുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് അതല്ലാത്ത മറ്റൊരു സൂറത്ത് ഓതലാണ് പരിപൂർണമായ സുന്നത്ത്. ഒരേ സൂറത്തുകൾ തന്നെയാണ് ഓതിയതെങ്കിലും അസ്ലു സുന്നത്ത് കിട്ടും. ഒന്നാമത്തെ റക്അത്തിൽ കുറച്ച് വലിയതും രണ്ടാമത്തെ റക്അത്തിൽ അതിന്റെ ചെറുതും ഓതണമെന്നാണ്. ഖുർആനിന്റെ തർത്തീബ് അനുസരിച്ചുകൊണ്ടും ഓതണമെന്നാണുള്ളത്. അതുപോലെ തറാവീഹ് പോലെ 30 ജുസ് തീർക്ക എന്ന ഉദ്ദേശമില്ലെങ്കിൽ ഒരു സൂറത്തിന്റെ കറാഹത്ത് ആകുമെന്ന് പറയാൻ കഴിയില്ല. അസ്ലു സുന്നത്ത്, പൂർണ്ണമായ സുന്നത്ത് മുഴുവനുമായിട്ട് ഓതലാണ്. അതുപോലെ ഖുർആന്റെ തർത്തീബ് അനുസരിച്ച് ഓതലാണ്. പിന്നെ മറ്റൊന്നുള്ളത്, റമളാന് പോലത്ത അല്പാൽപം ഓതി ഖത്മ് തീർക്കാനുള്ള പദ്ധതി ഇല്ലെങ്കിൽ സൂറത്ത് മുഴുവനുമായിട്ട് ഓതലാണ് നല്ലത്. ഇതെന്താന്ന് വെച്ചാല്, ചില ആൾക്കാരൊക്കെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പാസ്സായിട്ടുണ്ടാകും. എന്നിട്ട് ഓല് മഗ്രിബിക്ക് വരും. എന്നിട്ട് ഇങ്ങോട്ട് ഓതും അൽ ബഖറന്റെ ഏതെങ്കിലും ഭാഗം എടുത്തിട്ട്. അങ്ങനെ ഓതുകയല്ല വേണ്ടത്. അതൊക്കെ പൂർണ്ണമായ സുന്നത്തുകൾക്ക് എതിരാണ്.
ഇരിക്കട്ടെ, ഇവിടെ ഒരു സ്വഹാബി എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഓതുന്നു. ഫസഅലഹു റസൂലു അൻ ദാലിക്, അതിനെപ്പറ്റി നബി തങ്ങൾ ചോദിച്ചു. അപ്പൊ മൂപ്പര മറുപടി, ആ സ്വഹാബിയുടെ മറുപടി, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുഹാ, നബിയെ സൂറത്തുൽ ഇഖ്ലാസിനോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് എല്ലാ റക്അത്തിലും അത് തന്നെ ആവർത്തിച്ച് ഓതുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ യുദ്ഖിലുക്കൽ ജന്നത, ഇഖ്ലാസ് സൂറത്തിനോടുള്ള നിന്റെ ആ ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതലല്ല, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ ഇഷ്ടം, ആ ഒരു അമിതമായ താല്പര്യം നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ വളരെ മഹത്വമുള്ള, ഇത് ചുരുങ്ങിയ ഒരു വിഷയങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വളരെ മഹത്വമുള്ള മൻ ഖറഅഹ സോറ മിൻ ഔലിയാ ഇല്ലാ, സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ആള്, അതിനെ ഓതുന്ന ആള് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടും എന്നൊക്കെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിലെ അദാബിനെ തടുക്കാനും മരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ എത്താനും പിശാച് ഓടി രക്ഷപ്പെടാനും ഇതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസിലെ പരാമർശം, അതും കൂടി നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് യഹൂദികൾ വന്ന് ചോദിച്ചു, മുഹമ്മദ് നബിയെ, സിഫ് ലനാ റബ്ബക, നിന്റെ റബ്ബിനെ പറ്റി നമുക്ക് പറഞ്ഞു തരണം എന്ന് യഹൂദികൾ നബിയോട് ചോദിച്ചു. അതുപോലെ ഖുറൈശികളും നബിയോട് ചോദിച്ചിരുന്നു. ഇങ്ങനെ പലരും വന്ന് അള്ളാഹുവിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തൗഹീദിനെ പരാമർശിച്ച് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. കുൽ, നബിയെ തങ്ങൾ പറയുക, ഹുവ, അവനാകുന്നത് അള്ളാഹു, അള്ളയാണ്, അഹദുൻ, അവർ ചോദിച്ചിട്ടുണ്ടല്ലോ ആരാണ് അവൻ, അപ്പൊ പിന്നെ തുടക്കത്തിലെ പറയാലോ, ഹുവ, അവൻ, അള്ളാഹു, അള്ളാഹുവാണ്, അഹദുൻ, അവൻ ഏകനുമാണ്. അഥവാ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അള്ളാഹുവിന് തുല്യമായി ആരുമില്ല. അവിടെ ഒരല്പം വിശദീകരണം ആവശ്യമാണ്. അള്ളാഹു ഉണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അള്ളാഹു ഹയ്യാണ്, ഞാനും ഹയ്യാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതേ ക്വാളിറ്റിയിൽ മറ്റുള്ളവരിൽ സ്ഥാപിക്കുമ്പോഴും അതുപോലെ പ്രതിഷ്ഠിക്കുമ്പോഴുമാണ് വിഷയം ശിർക്കാകുന്നത്. ഇരിക്കട്ടെ, അള്ളാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സ്വമദ്, കാര്യങ്ങൾക്ക് ആശ്രയിക്കപ്പെടുന്നവനും അള്ളാഹുവാണ്. സമദ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കപ്പെടുന്നവൻ. അപ്പൊ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കപ്പെടുന്നതും അള്ളാഹുവിനെയാണ്. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അല്ലാഹു തആല ആർക്കും ജന്മം കൊടുത്തിട്ടില്ല. വലം യൂലദ്, അല്ലാഹു തആലയെ ആരും ജനിപ്പിച്ചതുമല്ല. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഖുറൈശികളും യഹൂദികളും ജൂതന്മാരുമൊക്കെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മലായിക്കത്ത് അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ്, ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ
അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ശക്തമായി ഉള്ള സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. അപ്പൊ അവർക്ക് മറുപടി കൊടുക്കുകയാണ്, ലം യലിദ്, അള്ളാഹു ആർക്കും ജന്മം കൊടുത്തിട്ടില്ല. വലം യൂലദ്, അള്ളാഹുവിനെ പ്രസവിക്കപ്പെട്ടതുമല്ല. യഥാർത്ഥത്തിൽ ശരിക്കും പറയേണ്ടത് ആദ്യം ലം യൂലദ് പറയണം, പ്രസവിക്കപ്പെട്ടിട്ടില്ല, പിന്നീടാണ് ലം യലിദ് പറയേണ്ടത്. പക്ഷെ ഇവിടെ അതാണ് ഓർഡർ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ ശക്തമായി ഒരു വിഭാഗം അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വഖാലുത്തഖദർ റഹ്മാനു വലദ, അള്ളാഹുവിന് മലക്കുകളുണ്ട് എന്ന്, അള്ളാഹുവിന് മക്കളുണ്ട് എന്നവര് പറഞ്ഞു. അൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ നാവുകളിലൂടെ പുറത്തു വരുന്നത് വളരെ കടുപ്പമേറിയ വാക്ക. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവര് നുണ മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഇവരുടെ ഈ വാക്കുകളെ കൊണ്ട് പിളറാൻ അടുത്തിട്ടുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു പരാമർശം കൊണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ആദ്യം അതാണ് പറഞ്ഞത്, ലം യലിദ്, അള്ളാഹു ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല. മലക്കുകളോ ഉസൈറോ ഈസാ നബിയോ അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. അപ്പൊ അത് ആദ്യം പറഞ്ഞു. വലം യൂലദ്, അള്ളാഹുവിനെ ആരും പ്രസവിച്ചതല്ല, ആരുടെയും മകനോ മകളോ ആയി പിറന്നതല്ല അള്ളാഹു. അപ്പൊ ആദ്യം പറയേണ്ടത് ഇതാണെങ്കിലും ഇവിടെ ചർച്ചയും ഇവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നത് അള്ളാഹുവിന് മക്കളുണ്ട് എന്നതിലായതുകൊണ്ട് അള്ളാഹു അതാദ്യം പറഞ്ഞു. ആർക്കാണ് മക്കള്? ഈ ഖുറൈശികൾക്കും ജൂതന്മാർക്കും അറിവില്ലാത്തത് കൊണ്ടാണ്. ഒരാള് മക്കളെ ഉണ്ടാക്കുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ? ഒന്നുകിൽ തന്നെ വയസ്സായ കാലത്ത് തന്നെ സഹായിക്കണം, കഴിയാത്ത സമയത്ത് തനിക്ക് താങ്ങും തണലുമായി നിൽക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ മക്കളെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കുന്നത് തന്റെ മരണശേഷം തന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയായി തന്റെ തറവാടിനെ നിലനിർത്തിക്കൊണ്ട് തന്റെ അഡ്രസ്സിനെ എക്കാലവും നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഒരാൾ വേണം. അപ്പൊ ഈ രണ്ട് ഉദ്ദേശത്തിലാണ് ഒരാൾ മക്കളെ ഉണ്ടാക്കുന്നത്. ഈ രണ്ട് കാര്യവും അള്ളാഹുവിന് ആവശ്യമില്ല. കാരണം വയസ്സായിട്ട് ക്ഷീണിക്കുക എന്നൊരു കാര്യം അള്ളാഹ്ക്ക് ഉണ്ടാകൂല. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഡ്രസ് അവശേഷിപ്പിക്കാൻ വേണ്ടി മക്കൾ ഇവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു ആവശ്യവും അള്ളാഹുവിനില്ല. അതുകൊണ്ട് തന്നെ പടച്ചവൻ മക്കളെ ഉണ്ടാക്കിയിട്ടില്ല, അള്ളാഹുവിനെ ആരും പ്രസവിച്ചിട്ടില്ല. പിന്നീട് എന്താ പറഞ്ഞത്? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊന്നും ഇല്ല, അള്ളാഹുവിന് തുല്യമായി യാതൊന്നും ഇല്ല എന്ന് അവസാനം ശക്തമായിട്ട് അള്ളാഹു തആല പറയുകയും ചെയ്ത്. ഇതാണ് സൂറത്തു തൗഹീദ്. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസം പഠിപ്പിക്കാൻ ഇറങ്ങിയ സൂറത്താണ്. അതുകൊണ്ട് സൂറത്തു തൗഹീദ് എന്ന അർത്ഥവും എന്ന പേരും ഈ സൂറത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിമർശനം വന്നു. എന്താ വിമർശനം വന്നത്? നബി തങ്ങൾ ഇവിടെ കണ്ണിമുറിഞ്ഞ ആളാണ്, തറവാട് അവശേഷിക്കാത്ത ആളാണ്, മക്കളെല്ലാം ഓരോരുത്തരായി മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മക്കളൊക്കെ ഓരോരുത്തരായി മരിക്കുന്നുണ്ട്, അതുപോലെ കണ്ണി മുറിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള വിമർശനം വന്നപ്പോ നബിയെ അള്ളാഹു ആ വിമർശനത്തിൽ നിന്ന് തിരുത്തിക്കൊടുത്ത് മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തിറക്കിയതാണ് ഇന്ന അഅതൈനാക്കൽ കൗസർ. നബിയെ, നിങ്ങൾക്ക് കൗസർ നമ്മൾ തന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, നിങ്ങളെ വിമർശിക്കുന്നവനാണ് അബ്തർ, അവനാണ് ഇവിടെ കണ്ണിമുറിഞ്ഞവൻ, അവന്റെ തറവാടാണ് ഇവിടെ അവശേഷിക്കാത്തത്, നിങ്ങളെ തറവാട് അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു നബിയോട് പറയുന്നു. അപ്പോ നല്ല ശ്രദ്ധിക്കണം, ഇവിടെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് ന്യൂനതയാണ്.
നബിമാരുടെ മക്കളില്ല, നബിക്ക് മക്കളില്ല എന്ന് പറയുന്നത് ന്യൂനതയാണ്. അപ്പൊ നബി തങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞപ്പോ നബിയുടെ മക്കൾ ഇവിടെ എക്കാലവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അള്ളാഹു ഇന്നാഴ്ത്തൈനാക്ക കൊണ്ടുവന്ന്. അള്ളാഹ്ക്ക് മക്കൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും അള്ളാഹ്ക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ അള്ളാഹുവിനെ പറ്റിയിട്ട് മക്കളുണ്ട് എന്ന ആരോപണം വന്നപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുവന്ന് നബിമാരെ മക്കൾ അവശേഷിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഇന്നാ ആഴ്ത്തൈനാക്കിയും കൊണ്ടുവന്ന്. ഇതുകൊണ്ടാണ് ഇഖ്ലാസ് സൂറത്ത് തുടങ്ങുമ്പോ അള്ളാഹ് പറഞ്ഞതെന്താ? കുൽ, നബിയെ തങ്ങൾ പറയണം അള്ളാഹുവിന് മക്കളുണ്ടായിട്ടില്ല. കാരണം അത് അള്ളാഹുവിനെ പറ്റി നബി പറഞ്ഞു കൊടുക്കണം. അതേസമയത്ത് നബിക്ക് മക്കള് ഇല്ല എന്നുള്ള വിഷയം വന്നപ്പോ അവിടെ മക്കളുണ്ട് എന്നുള്ളത് പറയാൻ നബിനെ ഏൽപ്പിച്ചില്ല. അത് നിങ്ങൾ പറയണ്ട, അത് നമ്മൾ തന്നെ പറഞ്ഞോളാം. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇന്നാ അഴ്ത്തൈനാക്കൽ കൗസർ, നിങ്ങൾക്ക് നമ്മൾ കൗസർ തന്നിട്ടുണ്ട്. അപ്പൊ നബിയുടെ ഒരു വിഷയം വന്നപ്പോ അത് അള്ളാഹ് നേരിട്ടങ്ങ് പറഞ്ഞു. അള്ളാഹുവിന്റെ വിഷയം വന്നപ്പോൾ അത് നബിയോട് പറയാനും പഠിപ്പിച്ച്. അതുകൊണ്ടാണ് ഇവിടെ കുൽ എന്ന് പറഞ്ഞത്. അവിടെ കുൽ ഇല്ലാതെ ആ വിഷയം നിങ്ങൾ പറയണ്ട, നിങ്ങളെ വിഷയമല്ലേ, അത് നമ്മൾ പറഞ്ഞോളാ എന്ന നിലക്ക് അള്ളാഹു ഇന്നാ അഴ്ത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇന്നാ സൂറത്തുൽ ഇഖ്ലാസ്, ഈ ഇഖ്ലാസ് സൂറത്ത് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും പടച്ചവനെ പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്ത് എന്ന നിലക്ക് വലിയ പ്രാധാന്യമാണ് ഈ ഇഖ്ലാസ് സൂറത്തിനുള്ളത്. സൂറത്തുകൾക്ക് ഒരുപാട് പേരുകളുണ്ട്. 20-ലധികം പേരുകൾ സൂറത്തുൽ ഇഖ്ലാസിന് കൊടുത്തതായി കാണുന്നുണ്ട്. അപ്പൊ പേര് കൂടുന്നത് എപ്പോഴാ? പേര് കൂടുന്നത് അതാ കസ്റത്തുൽ അസ്മാഇ തദുല്ലു അലാ ഫളാഇലിൽ മുസമ്മ. പേര് കൂടുമ്പോൾ അത് മുസമ്മക്ക് ഷറഫുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കും. അങ്ങനല്ലേ ഇ കെ ഉസ്താദ് ശംസുൽ ഉലമ എന്നും അതുപോലെ ഇ കെ ഉസ്താദ് എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോ ഒരു പവറുള്ള വ്യക്തിക്ക്, സ്ഥാനമുള്ള ഒരു വിഷയത്തിന് ഒരുപാട് പേരുകൾ ഉണ്ടാകും. സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുകളുണ്ട്. ചില പേരുകൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്ന്, സൂറത്തുൽ മാനിഅ എന്ന് പേരുണ്ട്. എന്താ കാരണം? ഹിയൽ മാനിഅത്തു തംനഉ അദാബൽ ഖബർ, ഖബറിലെ അദാബിനെ തടുക്കുന്നത് കൊണ്ട് അതിന് സൂറത്തുൽ മാനിഅ എന്നും പറയുന്ന പേരുണ്ട്. പിന്നെ സൂറത്തുൽ ബറാഅ എന്ന് പേരുണ്ട്. കാരണം ഷിർക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് സൂറത്തുൽ ബറാഅ എന്നും പേരുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് സൂറത്തുൽ മഅരിഫ എന്ന് പേരുണ്ട്. കാരണം അള്ളാഹുവിന്റെ മഅരിഫത്ത് ഈ സൂറത്ത് പഠിക്കാതെ ഒരിക്കലും മഅരിഫത്ത് കിട്ടൂല. അതുകൊണ്ട് സൂറത്തുൽ മഅരിഫ എന്നും പേരുണ്ട്. സൂറത്തുൽ മുഹ്ളർ എന്ന് പേരുണ്ട്. ലിഅന്നൽ മലായികത തഹ്ളുറു ലിസ്തിമാഇഹ ഇദാ ഖുരിഅത്ത്, ഈ സൂറത്ത് ഓതുമ്പോൾ ഈ സൂറത്ത് കേൾക്കാൻ വേണ്ടി മലക്കുകൾ കൂട്ടത്തോടെ ഹാജരാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം 20ഓളം പേരുകൾ സൂറത്തുൽ ഇഖ്ലാസിനുണ്ട്. ആ പേരുകൾ കൂടുന്നതും അതിന്റെ മഹത്വം അറിയിക്കുന്നു എന്നും പണ്ഡിതന്മാര് പറയുകയാണ്. അപ്പോ പറഞ്ഞു വന്നത് ഇഖ്ലാസ് സൂറത്തിനെ പറ്റിയിട്ടാണ്. 4 or 5 ആയത്താണ്. അത് ആയത്തിന്റെ എണ്ണം പറഞ്ഞതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായതാണ്. ലം യലിദ് വലം യൂലദ് ഒന്നായിട്ട് കൂട്ടണോ അല്ല അത് 2ആയിട്ട് കൂട്ടണോ എന്ന വിഷയത്തിൽ വരുന്ന തർക്കം കാരണമാണ് 5 or 6 എന്നുള്ള തർക്കം അവശേഷിക്കുന്നത്. അപ്പോ ഏതായാലും വിഷയങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ, അതിന്റെ മഹത്വങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കലാക്കാം.